ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹോംലി വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാലത്ത് ഒരു 6:30 പെയിൻറ്റു അടിച്ചു വാരി തുടച്ച് മുറ്റടിക്കൽ അങ്ങനെ കുറച്ച് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോറും കൊപ്പക്കായും കൂർക്കയാണ്. അതൊക്കെ അമ്മ വെച്ചു. അമ്മ 7:45 ഇപ്പോൾ ജോലിക്ക് പോയി. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ജിമ്മിന് പോയിക്കുകയാണ്. ചേട്ടൻ ഒരു 8:30 വരും. പിള്ളേർ നല്ല ഉറക്കത്തിലാണ്. ശിവനിക്ക് ക്ലാസ് ഒന്നുമില്ല, അപ്പോൾ ഉറങ്ങാണ്. പിന്നെ കണ്ണപ്പൻ അംഗനവാടി മാത്രം പോയാൽ മതി, 10 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ചേട്ടനും ചേച്ചിയും 2 കൊല്ലമായിട്ട് ഗൾഫിലാണ്, അവരൊന്ന് വരും. അപ്പോൾ ഇന്നൊരു വളരെ സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ശബ്ദം കേട്ടിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ശിവനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുണ്ട്. ഹായ് പറയേ. ഹായ്, ഗുഡ് മോർണിംഗ് പറയേ. ഹായ്, ഗുഡ് മോർണിംഗ്. തൊണ്ടവേദനയാണ് ഗൈസ്. അപ്പോൾ തൊപ്പിയിട്ട് കൊടുത്തേക്കുന്നത്. തൊണ്ടവേദനയുള്ള കാരണം നല്ല ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊപ്പി വെച്ച് കൊടുത്തോളം കാറ്റധികം കൊള്ളിക്കണ്ടാന്ന്. അപ്പോൾ തൊപ്പി വെച്ചേക്കാണ്. തൊപ്പി ഊരിക്ക പൊന്നോ, ഇനി നേരം വെളുത്തില്ലേ. ഇവൾക്ക് തൊപ്പി വയ്ക്കാൻ വലിയ മടിയില്ലേ, പക്ഷെ മറ്റവന് തൊപ്പി വയ്ക്കാൻ നല്ല മടിയാണ്. 2 പേർക്കും വെച്ച് കൊടുക്കും. ഇനി 2 ആൾക്കും വരണ്ടാന്ന് വെച്ചാൽ ഒരാൾക്ക് വന്ന് ഒരാൾക്ക് വരും. ഇവിടെ ട്വിൻസിൻ്റെ പോലെയാണ്. അപ്പോൾ വരണ്ടാന്ന് വെച്ചിട്ട് പല്ലേച്ച് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പല്ലേച്ച് കുളിച്ച് 2 പേരെ ഏൽപ്പിച്ച് കുളിച്ചിട്ടൊക്കെ വരാം. കണ്ണപ്പ ഗുഡ് മോർണിംഗ്. എനിക്ക് ഗുഡ് മോർണിംഗ്. എനിക്ക് കണ്ണപ്പ എന്തുട്ടായിരുന്നു ചിരിക്കണേ. കൊറേ നേരം ഇറങ്ങിയ, സുഖമായിട്ട് ഇറങ്ങിയ. എനിക്ക് നമുക്ക് പല്ലേച്ച് കുളിച്ച് ചായ കുടിക്കണ്ടേ, വിശക്കണില്ലേ? ഒന്ന് ഭയങ്കര സ്നേഹപ്രകടനമാണ്. ഞാൻ വീഡിയോ എടുക്കണ കാരണമാണ്. അല്ലെങ്കിൽ ആ കാലത്ത് എനിക്കുമ്പോൾ തൊട്ട് 2 ആൾ അലമ്പ് അടി തുടങ്ങേണ്ടതാണ്. വീഡിയോ എടുക്കണ കണ്ടിട്ട് ചേച്ചി അനിയനും ഭയങ്കര സ്നേഹപ്രകടനമാണ്. ഇപ്പോൾ 2 ആളും പല്ലേക്കാണ്. പല്ലേക്കാൻ ഭയങ്കര മടിയുള്ള ആളുകളാണ്. ബ്രഷ് കൊടുത്താൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പല്ലേക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് ഫോൺ കണ്ട കാരണം എന്തോന്നു വേഗം പല്ലേക്കുന്നുണ്ട്. തേക്കി കണ്ടപ്പാ പല്ല്. അപ്പോൾ ഇനി പല്ലേക്കലൊക്കെ കഴിഞ്ഞു 2 ആളുടെയും. ഞാൻ 2 ആളെ കുളിപ്പിക്കാൻ പോവാണ്. ചൂടുവെള്ളം എടുക്കണം, കുളിപ്പിക്കണം. ചൂടുവെള്ളം എടുത്ത് കുളിപ്പിച്ചിട്ട് വരാം. കണ്ണപ്പൻ്റെ കുളി കഴിഞ്ഞു. ചേട്ടൻ്റെ വന്നിട്ടുണ്ട്. കണ്ണപ്പൻ ചേട്ടനും കൂടി പഴം തന്നെയാണ്. ശിവന് കുളിച്ചിട്ടില്ല, ശിവന് ബാത്റൂമിലാണ്. രണ്ടാളും പഴം തിന്നാണ് ഗൈസ്. സ്കൂളിലേക്ക് കഴിഞ്ഞു വന്ന് പഴം തിന്നാണ്. ചേട്ടൻ വർക്ക് ചെയ്യാണ്, കുറച്ച് വർക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ പിള്ളേർക്ക് TV വെച്ച് കൊടുക്കാൻ പോവാണ്. കൊച്ചു TV. കഴിക്കുകയാണ് ഗൈസ്. ചപ്പാത്തി 2 കഷ്ണം ഞാൻ തിന്നു കഴിഞ്ഞു. കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. ചപ്പാത്തിയും കൊപ്പക്കായും കൂർക്കി ഉപ്പേരിയാണ്. എനിക്ക് നോർമലി കൊപ്പക്കായ അധികം ഇഷ്ടമല്ല. പഴുത്തതാണെങ്കിലാണ് ഇഷ്ടമുള്ള. കറി വെച്ചാൽ അധികം ഇഷ്ടമല്ല. പിന്നെ മോരിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഇഷ്ടമാണ് കൊപ്പക്കായ. അടുത്തുള്ള വീട്ടിൽ നിന്നും അച്ഛൻ കൊണ്ടുവന്നാണ്. 2-3 നാളാണ് കൊണ്ടുവന്നത്. കുഞ്ഞിതാണ്, പഴക്കാറൊന്നും ആയിട്ടില്ല. അപ്പം കൊപ്പക്കായ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പേരിയും ചാറൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഓടിക്കും. പിന്നെ കൊപ്പക്കായ അതിപ്പോൾ പുതിയൊരു ഡിഷ് കണ്ടതാണ്. കൊപ്പക്കായ കൊണ്ട് ഇങ്ങനെ ചൈനക്കാർ സലാഡ് ഉണ്ടാക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ റെസിപ്പി ഞാൻ ഉണ്ടാവും. പിന്നെ ഞാൻ ഇന്ന് ചപ്പാത്തി ഒന്നല്ല കഴിക്കുക. ഇപ്പം ഇന്നലെ 3 ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് 1 ചപ്പാത്തി കഴിച്ചിട്ട് ബാലൻസ് 2 ചപ്പാത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിക്കണേ. ഇന്നലെ 1 ചപ്പാത്തിയും സോയാബീൻ കറിയും
പിന്നെ കോവക്കായ ഉപ്പേരിയാണ് കഴിച്ചത്. ഇന്നലെ കഴിച്ചപ്പോൾ വയറ് ഫുള്ളായി. കാലത്ത് എനിക്കുമ്പോഴേക്കും വിശന്ന് തുടങ്ങി. ഒരു ചപ്പാത്തിയെല്ലാം കഴിച്ചുള്ളൂ. അപ്പോൾ അത് കാരണം കഴിക്കണം. ഇനി ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് ചോറതിനുള്ള കാലത്തുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വല്ലതൊക്കെ ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ഉപ്പുമാവോ പൂട്ട് ദോശ വെള്ളപ്പം അങ്ങനെ വീട്ടിൽ എന്തിട്ടുണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കഴിക്കും. പിന്നെ അല്ലെങ്കിൽ ചേട്ടൻ സ്മൂത്തി അല്ലെങ്കിൽ ഓർണിറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കാറുണ്ട് ചേട്ടൻ കഴിക്കുന്നത്. അപ്പോൾ അതും കഴിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലിന് കമൻറ്റ് ചെയ്തോളാം. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചാറ് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. കോവക്കായ ഇരിപ്പുണ്ട്. കോവക്കായ കൊണ്ട് മീൻകറി പോലെ ഉണ്ടാക്കണം. നിങ്ങൾക്കിപ്പോൾ പ്രധാനം ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ 30-31 തോറ്റണം. അപ്പോൾ ചേട്ടൻ വിഷ്ണുമായ സ്വാമിയുടെ തൊഴിലുള്ള ആളാണ്. അപ്പം 41 ദിവസം പ്രധാനം. അപ്പോൾ നമുക്ക് 41 ദിവസം പച്ചക്കറി കൊണ്ട് ഓടിക്കുന്നതാണ്. കോവക്കായ കൊണ്ട് മീൻകറി എന്നൊക്കെ പറയും. പുതിയ ഡിഷുകളൊക്കെ തപ്പി പിടിച്ചപ്പോൾ ഓരോന്നുണ്ടാക്കും. അപ്പം ഇന്നാളെ വെച്ചാൽ കോവക്കായ മീൻകറി ഉണ്ടാക്കിയപ്പോൾ ചേട്ടന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഉണ്ടാക്കണം. പിള്ളേർക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. റോബസ്റ്റ് പഴം കൊടുത്തതാണ്. പഴം തിന്നാൽ പെട്ടെന്ന് എനിക്ക് കഴിക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ തുപ്പി കാട്ടികൾ കുറച്ച് പിടിച്ച് കാട്ടിയാൽ വേണ്ടി വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ വിചാരിക്കണം. അപ്പോൾ അവരോട് TV കണ്ട് അപ്പം കഴിച്ചിട്ട് വരാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ മീഷോന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിക്കുന്നു. ഇതാണ് പ്രൊഡക്റ്റ്. നമുക്ക് എന്തിട്ടാണ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ബോക്സ് പൊട്ടിച്ച് അൺബോക്സ് ചെയ്തതാണെന്നാലും നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരു കാർഡ് വന്നിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് പിന്നെ ക്ലിക്ക് ഓൺ ഓർഡേഴ്സ് 5 റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തത് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറിയൊക്കെ അരിയാനായിട്ടുള്ള തൊലി കളയാനും അരിയാനുള്ള സാധനമാണ്. തൊലി കളയാനുള്ള സാധനം ഇവിടെ ഉണ്ട്. പക്ഷേ പച്ചക്കറിയൊക്കെ നീളത്തിൽ കുനുകുനാന്ന് അരിയണമെങ്കിൽ ചതുരത്തിൽ അരിഞ്ഞിടുമ്പോൾ തിന്നാൻ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ നീളത്തിൽ അരിയുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് തോന്നും. ക്യാബേജ് അരിയും ബീട്രൂട്ട് അരിയും ക്യാരറ്റ് അരി കുക്കുംബർ അരി സവോള അരി അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ബ്രൊക്കോളി പിന്നെ ക്യാപ്സിക്കം അതൊക്കെ ഞങ്ങൾ സലാഡ് ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീളത്തിൽ ചോപ്പ് ചെയ്യാനായിട്ട് മറ്റേ കത്തി കൊണ്ട് കട്ടിങ് ബോർഡ് ചോപ്പ് ചെയ്യാൻ പറ്റില്ല. എളുപ്പം ഇതുകൊണ്ടാകുമ്പോൾ സിമ്പിളായിട്ട് ചോപ്പ് ചെയ്യാൻ. അപ്പം ഇതൊന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ചയായി. ഇപ്പം ഇന്നലെയാണ് വന്നത്. ഇത്തിരി ലേറ്റായി വരാനായിട്ട് 120 140 എത്ര രണ്ടാണ് റേറ്റ് എന്ന് തോന്നുന്നു. ഞാനിതുകൊണ്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അരിയണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം യൂസ് ആക്കണേ. തൊലി കളയുന്നത് ഇവിടെ ഉണ്ട്. ഇങ്ങനെ നീളത്തിൽ ചോപ്പ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ആക്കണേ. പിന്നെ പിള്ളേർ TV കാണുന്നുണ്ട്. ചേട്ടൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ണപ്പന അംഗനവാടി വിടാൻ നോക്കണം. പിന്നെ കണ്ണപ്പന അംഗനവാടി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് പണികളുണ്ട്. ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് 1-2 തുണികൾ അലക്കാനുണ്ട്. പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കണം. മുകളിലാണ് കോഴികളുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം മോർണിംഗ് വ്ളോഗ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണപ്പന അംഗനവാടിയെ കൊണ്ടാക്കണം. അവനൊന്ന് ഡ്രസ്സൊക്കെ ചെയ്തൊന്ന് ചേട്ടനാണ് കൊണ്ടാക്കുക. അപ്പം അംഗനവാടി കൊണ്ടാക്കും. പിന്നെ കുറച്ച് നേരമൊക്കെ വെറുതെ ഫോണൊക്കെ നോക്കി തട്ടിമുട്ടി ഇരുന്ന് ഉച്ചയാകുമ്പോഴേക്കും ഫുഡുണ്ടാക്കും. അലക്കണം. കോഴിക്ക് തീറ്റ കൊടുക്കും. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കുറേ സ്പെഷ്യൽ വീഡിയോസൊക്കെ എന്തായാലും ഉണ്ടാവും. ചേച്ചി വന്നപ്പോൾ അവർ വന്നിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. പിന്നെ അവരുടെ കൂടെ കുറേ ഔട്ടിങ് പോകാനും ഷോപ്പിങ് വിഷൊക്കെ അല്ല വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബായ്.